മഹാനായ തത്വചിന്തകനും നയതന്ത്രജ്ഞനുമായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത്. മനുഷ്യജീവിതം നയിക്കാനും വിജയിക്കാനുമുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് ചാണക്യനീതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നയങ്ങൾ പിന്തുടർന്നവർ ജീവിതത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. പണത്തെക്കുറിച്ചും ലക്ഷ്മി ദേവിയെക്കുറിച്ചും ചാണക്യൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ദേവി ചഞ്ചലയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ദേവിയെ എക്കാലത്തും ഒരിടത്ത് തന്നെ നിർത്താൻ പ്രയാസകരമാണ്. എന്നിരുന്നാലും ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങൾ ലക്ഷ്മി ദേവി എളുപ്പത്തിൽ വിട്ടുപോകില്ല. ലക്ഷ്മി ദേവി വസിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് ചാണക്യനീതിയുടെ ഒരു വാചകത്തിലൂടെ ചാണക്യൻ പറയുന്നുണ്ട്. ഈ വീടുകളിൽ ഐശ്വര്യത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അത്തരമൊരു വീട്ടിലെ ആളുകൾക്ക് ഒരിക്കലും ദാരിദ്ര്യം നേരിടേണ്ടി വരികയുമില്ല. ലക്ഷ്മി ദേവി എപ്പോഴും കുടികൊള്ളുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി ജ്ഞാനികൾ. വിഡ്ഢികളായിട്ടും ജ്ഞാനികളായി നടിക്കുന്നവരാണ് ചിലരെന്ന് ചാണക്യൻ പറയുന്നു. ലക്ഷ്മി ദേവി ഒരിക്കലും അത്തരമൊരു വീട്ടിൽ വസിക്കില്ല. അറിവുള്ള ആളുകളെ ബഹുമാനിക്കുന്നിടത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നു. വിഡ്ഢികളുടെ വാക്കുകൾക്ക് വിലയില്ല. വിഡ്ഢികളുടെ വാക്കുകൾക്ക് യാതൊരു ശ്രദ്ധയും നൽകാത്ത വീട്ടിൽ ലക്ഷ്മി ദേവി താമസിക്കുന്നു. മണ്ടന്മാരെയോ അവരുടെ അസംബന്ധ വാക്കുകളെ വിശ്വസിച്ച് ലക്ഷ്യത്തിലേക്ക് വഴിയൊരുക്കുന്നവർക്ക് ഒരിക്കലും വിജയം നേടാനാകില്ലെന്ന് ചാണക്യൻ പറയുന്നു. വിജയം നേടുന്നതിന് വിഡ്ഢികളുടെ ഉപദേശമല്ല, മറിച്ച് അറിവുള്ള ഒരാളുടെ ഉപദേശം മാത്രമാണ് സ്വീകരിക്കേണ്ടത്. ശരിയായ പാതയിലൂടെ തന്റെ ലക്ഷ്യം നേടുന്ന വ്യക്തിയിൽ ലക്ഷ്മി ദേവി എപ്പോഴും സന്തുഷ്ടയായിരിക്കും. രണ്ടാമതായി കളപ്പുരകൾ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭക്ഷണത്തിന് ക്ഷാമമില്ലാത്ത വീട്ടിൽ അല്ലെങ്കിൽ ധ്യാനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി ദേവി താമസിക്കുന്നു. കളപ്പുരകളിൽ ധ്യാനങ്ങൾ തീരാത്ത വീട്ടിൽ അന്നപൂർണ ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിലനിൽക്കുന്നു. അതിനാൽ നിങ്ങളുടെ കളപ്പുര നിറഞ്ഞിരിക്കാൻ കഠിനമായി പരിശ്രമിക്കുക. ഭക്ഷ്യധാന്യങ്ങളുടെ ക്ഷാമം ഒരിക്കലും ഉണ്ടാകരുത്. കൂടാതെ ഭക്ഷണത്തെ അനാദരിക്കുകയും ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിക്ക് കോപം വരികയും ഒരു ധനികനെ പോലും ദരിദ്രനാക്കുകയും ചെയ്യുന്നു. അത്തരക്കാർക്ക് പിന്നീട് സമ്പത്തും ധാന്യവും ഉണ്ടാകില്ല. മൂന്നാമതായി കുടുംബത്തിൽ സ്നേഹം. കുടുംബത്തിന്റെ ഐക്യവും സ്നേഹവും സമൃദ്ധിയുടെ അടയാളമാണ്. കുടുംബത്തിൽ പരസ്പര സ്നേഹവും സാഹോദര്യവും ഉള്ളിടത്ത് ലക്ഷ്മി ദേവി ആകർഷിക്കപ്പെടുന്നു. അത്തരം വീടുകളിൽ ഒരിക്കലും പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അതോടൊപ്പം ഐശ്വര്യവും നിലനിൽക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമില്ലാത്ത വീട്ടിൽ പലപ്പോഴും അകൽച്ചയും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ ലക്ഷ്മി ദേവിക്ക് ഇഷ്ടമില്ല. സ്നേഹവും ഐക്യവും നിറഞ്ഞ വീടാണ് ലക്ഷ്മി ദേവിക്ക് ഇഷ്ടം. കുടുംബാംഗങ്ങൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത്തരമൊരു വീട്ടിൽ വളരെയധികം സമാധാനവും ഉണ്ടാകുന്നു. അത്തരം വീടുകളിൽ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കും. ഇനി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ തന്റെ പെരുമാറ്റത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. തെറ്റായ പെരുമാറ്റമുള്ള ആളുടെ അടുത്ത് ലക്ഷ്മി ദേവി താമസിക്കുകയില്ല. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ സ്വഭാവം വളരെ ചഞ്ചലമാണ്. അവൾ ഒരിക്കലും ഒരിടത്ത് അനേകം നിലനിൽക്കാത്തതിന്റെ കാരണം ഇതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് തയ്യാറാകണം. പണത്തിന്റെ ശരിയായ നടത്തിപ്പിൽ അറിവുണ്ടായിരിക്കണം. ഈ ഗുണം ഇല്ലാത്തവന്റെ സമ്പത്ത് അധികം നാൾ നിലനിൽക്കില്ല. ഒരു വ്യക്തി തന്റെ സ്വഭാവത്തിലും ശ്രദ്ധിക്കണം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ലക്ഷ്മി ദേവി ഒരിക്കലും കോപാകുലനായ ഒരാളുടെ അടുത്ത് നിൽക്കില്ല. നിങ്ങൾ ഒരിക്കലും ആരെയും അപമാനിക്കരുത്. അപമാനിക്കുന്നതോ അത്തരം വികാരങ്ങളുള്ളതായ ആ വ്യക്തിക്ക് മഹാഹാനി ജീവിതത്തിൽ സംഭവിക്കുന്നു. എപ്പോഴും നല്ല മനസ്സുള്ളവരായിരുന്നാൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നിലനിൽക്കുകയുള്ളൂ. അത്യാഗ്രഹ സ്വഭാവമുള്ള ആളുകൾ എപ്പോഴും സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നവരാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ അത്യാഗ്രഹികളായ ഒരാൾക്ക് ഒരിക്കലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ല. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.